നമ്മൾ എന്ത് നമ്മുടെ ലൈഫിൻ്റെ ഉണ്ടാകുന്ന ചെറുതോ വലുതോ ആയ സന്തോഷങ്ങളായിക്കോട്ടെ, അത് ലോകത്തോട് വിളിച്ച് പറയും, അല്ലെങ്കിൽ ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരും അറിയിക്കാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ത്വര എല്ലാവരിലും വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ വളരെ സീക്രട്ടീവായി വെച്ചിട്ടുള്ള അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് യൂട്യൂബിൽ വ്ളോഗ് എന്നുള്ള പേരിൽ ഭയങ്കരമായിട്ട് അതൊരു അനൗൺസ്മെൻറ്റും റിവീലിങ്ങുമായിട്ട് വന്നിട്ട് അതിൻ്റെ താഴെയുള്ള വ്യൂവേഴ്സിൻ്റെ എണ്ണം 1 മില്യണും 2 മില്യണും ആയിട്ടുള്ളത്. ഈ 1 മില്യണും 2 മില്യണും വരുന്ന ആളുകൾ നമ്മൾ പലരുമാണ് അത് കാണുന്നത്. അതായത് നമ്മളത് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ട് ഇപ്പോൾ പലപ്പോഴും ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ഉമ്മമാരെ സീറ്റിൻ്റെ അവിടുന്ന് അവർ വരുന്ന സമയത്ത്, നീ ലാസ്റ്റ് വന്ന വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നോ, അവളെ കുട്ടി പ്രസവിച്ചു. പക്ഷെ അതെങ്ങനെയാണ് അവരെ വീട്ടിലെ കുട്ടി പ്രസവിച്ചതും അവരെ മുടി കളഞ്ഞതും എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായത് എന്നാലോചിച്ചേക്കും. സോ ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് അവരനുസരിച്ച് തുള്ളുന്ന ഒരു കോമാളികളായി മാറുക എന്നുള്ളൊരു സിറ്റുവേഷൻ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല.